ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിങ്സ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഞാൻ ടാരോയുടെ ക്ലാസ്സസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വേണിച്ചാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെയും എന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വേറെ തരത്തിലുള്ള മെസ്സേജസ് കിട്ടും. അപ്പോൾ അവിടെ എക്സ്ട്രാ മെസ്സേജസ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും ഫോളോ ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, അതൊക്കെ നമ്മൾ ഈ റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകേണ്ട എന്താണ് മെസ്സേജസ് വരണമെന്ന്. അപ്പോൾ ഈ വീഡിയോനെ സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ കാണുക. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ ലിയോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, 7 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, സ്ട്രെങ്ത്, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, 5 ഓഫ് കപ്സ്, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 9 ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഹൈറോഫാൻറ്റ്, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 3 ഓഫ് കപ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ ഭാവിയിൽ 2 ഓഫ് കപ്സ്, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷനാണ് സ്റ്റാർ. എന്താണ് ഇവിടുത്തെ ഔട്ട്കം, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, ഈ കാർഡ്. അപ്പോൾ ലിയോ, ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു എക്സ്പെക്റ്റേഷൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ എക്സ്പെക്റ്റ് ചെയ്യണോ, നിങ്ങൾ ഈ പേഴ്സൻ്റെ കോളിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക, മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ എന്തോ ഒരു നിങ്ങൾക്ക് മനസ്സിലുണ്ട്, ഇത് ഉണ്ടാവണം, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്, കുറേ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ് ഇത്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും ഈ വെയിറ്റിംഗ് എനർജി എന്താണ്? ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ പേഴ്സൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ എന്തോ ഒരു ഓഫർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ല വെച്ചാൽ അവരെന്തെങ്കിലും അവരുടെ മനസ്സിൻ്റെ കാര്യം തുറന്നു പറയും എന്ന് എക്സ്പെക്റ്റ് ചെയ്യണോ. ഇവിടെ ഒരു സ്റ്റേബിൾ ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടത്, ഒരു റിലേഷൻഷിപ്പ് ഓഫർ ആയിരിക്കാം നിങ്ങൾ നോക്കണത്. അപ്പോൾ ഇവിടെ ഒരു ലോങ് ടേം ഓഫറിൻ്റെ ഹോപ്പാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷേ ഡെവിൽ എനർജി ഉണ്ട് ഇവിടെ, കാപ്രിക്കോൺ എനർജി. എന്തോ ഇവിടെ ഒരു ടോക്സിക് സിറ്റുവേഷൻ ഉണ്ട്. എന്താ ഈ ടോക്സിക് സിറ്റുവേഷൻ, ഡെവിൽ എനർജി എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്താ വെച്ചാൽ സ്റ്റാഗ്നേഷൻ ആവാം, അതല്ല വെച്ചാൽ ഈ പേഴ്സൺ മാരിഡ് ആവാം, ഇല്ല വെച്ചാൽ ചില പ്രോബ്ലംസ്, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം ഈ റിലേഷൻഷിപ്പിൽ. നമ്മൾക്ക് നോക്കാം എന്താ ഈ കോംപ്ലിക്കേഷൻ. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ സ്ട്രെങ്ത് ആണ്, ലിയോ എനർജി. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളുടെ തോട്ട്സ് ആണ്, എന്ന് വെച്ചാൽ നിങ്ങളുടെ സൈൻ ഇവരുടെ സൈഡിലാണ് വന്നിരിക്കണേ. ഓക്കെ, അപ്പോൾ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെക്കുറിച്ച് കുറേ അവർ നിങ്ങളെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറേ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ അവർക്ക് അത്ര ധൈര്യമില്ല നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ, അവർക്കൊരു പേടിയുണ്ട്, അത് നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ അവർക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ലവേഴ്സ് എനർജീൻ്റെ ഇവിടെ അവരുടെ ലൈഫിൽ ഒരു ചോയ്സാണ് അവർക്ക് ഉണ്ടാക്കേണ്ടത്. മേ ബി ഈ ചോയ്സ് നിങ്ങളും വേറൊരു പേഴ്സൻ്റെ അടുക്കായിരിക്കാം. അതല്ല വെച്ചാൽ അവർക്ക് ചോയ്സ് എന്താ വെച്ചാൽ അവർ നിങ്ങളോട് അവരുടെ മനസ്സിൻ്റെ കാര്യം തുറന്ന് പറയും. പക്ഷേ ഇവിടെ
ഒരു പേടി എന്താ വെച്ചാൽ അവർക്ക് റിജക്ഷൻ്റെ പേടിയാണ്. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്താലോ എന്ന് ഒരു പേടിയുണ്ട് അവർക്ക്. അപ്പോൾ ഇവിടെ മ്യൂച്വൽ സിറ്റുവേഷൻ നിങ്ങളുടെ 5 ഓഫ് കപ്സ് ആണ്. ഇവിടെ ഒരു ഫിയർ ഉണ്ട്, ഒരു മിസ്സിങ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാതിരി ഇവർ അങ്ങനെ തുറന്ന് സംസാരിക്കണില്ല, ഷെയർ ചെയ്യണില്ല. ഇവിടെ വേറെ എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ട്. 5 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? ചാരിയറ്റ്. അപ്പോൾ ഇവിടെ ഈ സിറ്റുവേഷനിൽ ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ടാവോ ഇല്ലേ എന്ന് അറിയില്ല രണ്ടാൾക്കും. ഇവിടെ ഫീലിങ്സ് ഉണ്ട്, റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട് രണ്ടാൾക്കും. കുറേ ഫ്ലേർട്ടിങ് എനർജിയും കാണാണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു റിഗ്രറ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾ രണ്ടാളുടെയും മനസ്സിലതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ പേഴ്സൻ്റെ 9 ഓഫ് പെൻറ്റക്കിൾസ് ഒരു കരിയർ ഫോക്കസ്ഡ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവരുടെ ഫോക്കസ് ഇപ്പോൾ മുഴുവനെ കരിയറിലാണ്. കുറേ ട്രാവൽ ചെയ്യണ പേഴ്സൺ ആയിരിക്കാം. ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ മേ ബി നിങ്ങളുടെ മുമ്പേ ഒരു സീൻ ഉണ്ടായിരുന്നു. അതല്ല വെച്ചാൽ നിങ്ങൾ മുമ്പേയും ഈ പേഴ്സണെ നിങ്ങളുടെ ഫീലിങ്സൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ചിലപ്പോൾ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ ആ സമയത്ത് ഈ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡിസപ്പോയിൻറ്റ്മെൻറ്റിനെ മറക്കാൻ നോക്കി, പക്ഷെ അത് സാധിച്ചില്ല. ഇപ്പോൾ ഈ സിറ്റുവേഷൻ ആദ്യം നിങ്ങൾ എവിടെയോ എക്സ്പെക്റ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരും എന്നാണ് എക്സ്പെക്റ്റേഷൻ. ഓക്കെ, ഈ പേഴ്സൻ്റെ ഓവറോൾ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഓഫീസിലായിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഒരു സെയിം ഓഫീസിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവുക, സെയിം കമ്പനിയിലായിരിക്കാം. ഇവർക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയണം എന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ ഇമോഷൻസും ഫീലിങ്സൊക്കെ നിങ്ങളോട് തുറന്നു പറയണം എന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ മുമ്പേ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു മാരേജ് സിറ്റുവേഷൻ ആവാം. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ ഈ തേർഡ് പാർട്ടി നിങ്ങൾ രണ്ടാളും മാരീഡ് ആയിട്ടൊരു തേർഡ് പാർട്ടിയാണോ ഇവിടെ? അതല്ല വെച്ചാൽ ഈ പേഴ്സൺ മാരീഡ് ആയിട്ട് നിങ്ങൾ തേർഡ് പാർട്ടിയാണോ അതും അറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ അവർക്ക് എന്തോ പറഞ്ഞാൽ ഈ സെപ്പറേഷൻ ഉണ്ട് ഇപ്പോൾ. നിങ്ങൾക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്നുണ്ട്. ഇവിടെ കുറേ ഫ്ലേർട്ടിങ് പറഞ്ഞാൽ ആ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൈറോഫാണ്ടാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണമെന്നുണ്ട്, ഒരു മാരേജ് വേണമെന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. ഇവിടെ കുട്ടികളുണ്ടാവാം നിങ്ങളുടെ. അതല്ല വെച്ചാൽ നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണമെന്നുണ്ടാവും. നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് സീരിയസ് ആണ്, പക്ഷേ ഇവിടെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആ തേർഡ് പാർട്ടിയുടെ കാരണമായിരിക്കാം ഈ നെഗറ്റിവിറ്റി ഇവിടെ ഉള്ളത്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെയും തേർഡ് പാർട്ടി ഇവിടെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇത് സെലിബ്രേഷൻ്റെ എനർജിയുമാണ്. അപ്പോൾ അവർക്കും നിങ്ങളുടെ കൂടെ എന്തോ സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്, കുറേ പാഷൻ ഉണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളുടെ പോലെ അവർ അത്ര ഒരു ലോങ് ടേം അല്ല ചിന്തിക്കണം. അവരുടെ മനസ്സിൽ ആക്ച്വലി ഒരു പാഷനറ്റ് അഫെയറിൻ്റെ എനർജിയാണ്. ഓക്കെ, അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമോഷൻസ് ഉണ്ട്. പറഞ്ഞാൽ ലവ് ഉണ്ട്, ലവ് ഇല്ല എന്നല്ല. പക്ഷെ അവർ ഇതുവരെ മാരേജിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടില്ല. അവരുടെ മനസ്സിൽ അതില്ല. ഇപ്പോൾ 2 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ആക്ഷൻ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണോട് ചൂസ് ചെയ്യാൻ പറയും, എന്താ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ പറയും. ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന് ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാനുള്ള സമയമാകുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് ഡയറക്റ്റ്ലി ഈ കാര്യം ചോദിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ സ്റ്റാർ എനർജി ഇവരുടെ ആക്ഷൻസ് ആണ്. അപ്പോൾ ഇവരും ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന് അവർക്ക് അറിയില്ല എന്ന് വെച്ചാൽ അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. പക്ഷേ ഇവിടെ കമ്മിറ്റ്മെൻറ്റ് എന്തായിരിക്കും,
ഇത് മാരേജിലേക്ക് പോവോ അതല്ല വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പാണോ, അതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. ഇപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് വെച്ചാൽ അതൊരു പേടിയുണ്ട്. അത് അവർക്ക് നിങ്ങളെ ലൂസ് ചെയ്യണം എന്നില്ല, മറ്റേ പേഴ്സണെ വിടാനും പറ്റില്ല, അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ ഔട്ട്കം ഇവിടെ ഫൈവ് ഓഫ് വോൺസ്. ഓക്കെ, അപ്പോൾ 5 ഓഫ് വോൺസ് ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടിയാണ്, കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ ഇവിടെ ഒരു കോമ്പറ്റീഷൻ കാണാണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് വേറെ ഒരു പേഴ്സൺ ഉണ്ട്. പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ രണ്ടാൾക്കും ഫീലിങ്സ് ഇവിടെ മ്യൂച്വൽ ആണ്. പക്ഷേ ഇപ്പോൾ ഈ മാസം നിങ്ങളൊരു ഡിസിഷനാണ് എടുക്കാൻ പോണത്, എന്താ വേണ്ടേ, ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേന്ന്. ഇപ്പോൾ എല്ലാവരുടെയും ഡിസിഷൻ ഒരുമാതിരി ആവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റോറി നിങ്ങൾക്ക് മാച്ച് ആയിട്ടാൽ നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഔട്ട്കം വേറെ ആയിരിക്കും. പക്ഷേ ഒരു ഡിസിഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും ഈ മാസം. ആ ഡിസിഷൻ എന്താ ഉണ്ടാവുക എന്ന് ഇപ്പോൾ എല്ലാവർക്കും അത് വേറെ മാതിരി ആയിരിക്കും. ഓക്കെ, അത് ഒരു പേഴ്സണൽ റീഡിങ്ങിലേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ജനറൽ റീഡിങ്ങിൽ അത് പറയാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്? വെഡിങ്. അപ്പോൾ ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു പേഴ്സൺ മാരിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ ഇതാണ് ലിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ടോറസ് കാണാണ്ട്, വെർഗോ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ് എനർജി ഉണ്ട്, ലിയോ ഉണ്ട്, കാപ്രിക്കോൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ്. കുറേ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ആൻഡ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ കാണുന്നത്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തെന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.